ബഹുമാനപ്പെട്ട MLA പ്രദീപ് സർ, സ്റ്റേജിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും അടിപൊളി യോഗ പെർഫോമൻസ് ഒക്കെ കണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ തരാൻ എത്തിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് വൈബ് ഫോർ വെൽനെസ് എന്നാണ്. എന്താണ് ഈ വെൽനെസ് എന്ന പദത്തിൻ്റെ അർത്ഥം? സ്വാസ്ഥ്യത അല്ലെങ്കിൽ സ്വസ്ഥത എന്നതാണ് വെൽനെസ് എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ആരോഗ്യത്തിൻ്റെ ആകെ തുകയാണ് വെൽനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വെൽനെസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ജീവിതശൈലി ഘടകങ്ങളാണ് ആരോഗ്യകരമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മതിയായ ഉറക്കം, ശരിയായ ആരോഗ്യ പാലനം എന്നിവ. നമ്മുടെ ഇന്നത്തെ വൈബ് ഫോർ വെൽനെസ്സിൻ്റെ ആദ്യത്തെ തീമായിട്ടുള്ള ഈറ്റ് വെൽ എന്ന ആശയമാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈറ്റ് വെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതായത് സമീകൃതമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കഴിക്കുക എന്നതാണ് ഈറ്റ് വെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ആഹാരം എന്ന് പറയുമ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, ഫൈബർ, നാരുകളടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണം എന്നിവയാണ് സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം എന്നിവയിൽ ഉൾപ്പെടുന്നത്. മത്സ്യം, മാംസം, മുട്ട എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ച്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ച്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്നിവ പരിമിതപ്പെടുത്തി, ഫാസ്റ്റ് ഫുഡുകളുടെ അളവ് കുറച്ച്, നമ്മുടെ ഭക്ഷണ പ്ലേറ്റ് എല്ലാത്തരം ശരീരത്തിനടങ്ങുന്ന ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണക്രമവും കാരണമാണ് ഇന്ന് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഗ്യാസ്ട്രബിൾ, നെഞ്ചരിച്ച്, പൂച്ചിത്തരങ്ങൾ മുതലായ അസുഖങ്ങൾ തുടങ്ങി ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, അമിതവണ്ണം, ഹൈ BP, ഹൈ കൊളസ്ട്രോൾ എന്നിവയും ഈ തെറ്റായ ഭക്ഷണക്രമം കൊണ്ട് നമുക്ക് ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു വ്യക്തി രാവിലത്തെ പ്രഭാത ഭക്ഷണം രാവിലെ 8 മണി 9 മണിക്കുള്ളിൽ കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയത്തും അത്താഴം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ തെറ്റായ ജീവിതശൈലി രോഗങ്ങളെ ഒരു വിധത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. ശുദ്ധജലം ദിവസത്തിൽ 7 മുതൽ 8 ഗ്ലാസ് വരെ കുടിക്കുന്നത് ശരീരത്തിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. അടുത്ത നമ്മുടെ തീമാണ് ആക്റ്റീവ് എന്നത്. ഇന്നത്തെ മാറിയ ജീവിതശൈലി കാരണം കൊണ്ട് പലർക്കും കായികാധ്വാനം കുറവുള്ള ജോലികളാണ് ഇന്നുള്ളത്. പണ്ടത്തെ പോലെ അധ്വാനമുള്ള ജോലികളില്ലാതെ ദീർഘനേരം നിൽക്കുക, ദീർഘനേരം ഇരിക്കുക എന്നിങ്ങനെയാണ് നമ്മുടെ മാറ്റങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ, വെരിക്കോസ് പോലുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇന്ന് ജോലി ചെയ്യുന്നവരുടെ പൊണ്ണത്തടി, കൊളസ്ട്രോൾ കൂടുക എന്ന അസുഖങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശീലിക്കാവുന്ന പലതരം ആരോഗ്യമുറകളുണ്ട്. അതാണ് ശരിയായിട്ടുള്ള വ്യായാമം, യോഗ, മെഡിറ്റേഷൻ എന്നിവ. നമ്മുടെ ശരീരത്തിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ഹോർമോണുകൾ, എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവ പ്രകൃതിദത്തമായിട്ടുള്ള വേദന സംഹാരികളായിരുന്നു. അതുപോലെ നല്ല മുറിവ് നിലനിർത്താനും ശരിയായ ഉറക്കം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വ്യായാമത്തിലൂടെ നമുക്കൊരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങൾ തടയാനായിട്ട് സാധിക്കും. അടുത്ത നമ്മുടെ തീമാണ് സ്ലീപ്പ് വെൽ എന്നുള്ളത്. നമുക്കറിയാം, ആരോഗ്യപരമായിട്ട് ഇരിക്കണമെങ്കിൽ ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങേണ്ടതാണ്. രാത്രി 10 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് തുടങ്ങി രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ഉറങ്ങിയെടുക്കുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഏറ്റവും നല്ലത്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കുക. ലാപ്ടോപ്പും മൊബൈലും
വെളിച്ചക്കുറവുള്ള റൂം തിരഞ്ഞെടുക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉറക്കം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ കേടായ കലകളെ മാറ്റി പുതിയതായിട്ട് കലകൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വിഷാംശത്തെ പുറത്തള്ളി നമ്മുടെ ശരീരത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഇടയാകും. അതിൻ്റെ ഫലമായിട്ട് ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള മാനസിക രോഗങ്ങളും അതുപോലെ ഫാറ്റി ലിവർ, പിത്താശയകൾ മുതലായ സ്വന്തമായിട്ടുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാകും. അപ്പോൾ കൃത്യമായ സമയത്ത് എല്ലാവരും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ കെയർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആരോഗ്യ പരിപാലനം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിയായിട്ടുള്ള ആരോഗ്യ പരിപാലനം എന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം പാലിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. രണ്ടു നേരം കുടിക്കുക, നല്ല വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നീ നമുക്കറിയാവുന്ന വ്യക്തിശുചിത്വം ബേസിക്കായിട്ട് എല്ലാവരും അവലംബിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് പലവിധ രോഗലക്ഷണങ്ങളായിട്ട് പുറത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളെല്ലാം കാണുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് അവഗണിക്കാതെ ഒരു വൈദ്യസഹായം നേടുകയാണെങ്കിൽ പലവിധമായിട്ടുള്ള മാറാരോഗങ്ങളിൽ നിന്ന് അത് നമ്മളെ തടയാനായിട്ട് സഹായകമാകും. അപ്പോൾ ഈ കേരളം ആരോഗ്യ പരിപാലനത്തിൽ നമുക്ക് ആയുഷിൻ്റെ പല ചികിത്സാ രീതികളും അവലംബിക്കാവുന്നതാണ്. ഞാൻ കേരളം എന്നൊരു ഭാഗത്ത് ആരോഗ്യ പരിപാലനത്തിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകത കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഡോക്ടർ സാമൂഹ്യന്മാരാണ് ഹോമിയോപ്പതി പിതാവായിട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ മരുന്നുകൾ കഴിക്കുന്നത് ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനോടൊപ്പം ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചികിത്സയിലൂടെ സാധിക്കും. അതുവഴി ആ ഒരു വ്യക്തി കൂടുതൽ ഉന്മേഷമാണ് ഊർജ്ജസ്വലമായിട്ട് കാണപ്പെടുന്നത്. ഈ മരുന്നുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. വർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴൊക്കെ കൊണ്ട് നമ്മൾ കഴിക്കാൻ എളുപ്പമുള്ള ഒരു മരുന്നുകളാണ് ഹോമിയോപ്പതി മരുന്നുകൾ. അതുപോലെ വളരെ കഴിക്കാൻ എളുപ്പമാണ്. കുട്ടികൾക്ക് കഴിക്കുകയാണെങ്കിലും മധുരമുള്ള കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ എളുപ്പമാണ്. പാർശ്വഫലരഹിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതുപോലെ കൂടുതലായിട്ടുള്ള മദ്യമുള്ള ചികിത്സകളോ കാര്യങ്ങളൊന്നും ഹോമിയോപ്പതി ചികിത്സാ രീതിക്ക് ഇല്ല. തീർത്തും സുരക്ഷിതമായിട്ടുള്ള ഗർഭാവസ്ഥ മുതൽ ഏത് ബാധിക്കപ്പെടുന്ന ഏത് ജീവിതത്തിലായാലും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഹോമിയോപ്പതി മരുന്നുകൾ. സിവിലിയ സിവിലിയസ് ക്യൂർ എന്ന അടിസ്ഥാന തത്വം അടിസ്ഥാനമാക്കിയിട്ടാണ് ഹോമിയോപ്പതി ചികിത്സാ രീതി പ്രവർത്തിക്കുന്നത്. ഇതുവഴി നമ്മുടെ ഒരു ശരീരത്തിലുണ്ടാകുന്ന രോഗത്തെ അതിൻ്റെ രോഗകാരണത്തെ കണ്ടെത്തി പരിപൂർണമായിട്ട് ഉന്മൂലനം ചെയ്യുകയാണ് ഹോമിയോപ്പതിയിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയിട്ട് ചില പ്രധാന പ്രൊജക്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രി, ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് ഈ പ്രൊജക്റ്റുകൾ ഇപ്പോൾ സമഗ്രമായിട്ട് ആവിഷ്കരിച്ചു വരുന്നത്. പ്രധാന പദ്ധതികളാണ് ജനനി, വന്ധ്യതാ നിവാരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പ്രൊജക്റ്റാണ് ജനനി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രൊജക്റ്റ് സംഭവയാണ്. കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രൊജക്റ്റാണ് സംഭവമായ. അതുപോലെ സീതാലയം, സ്ത്രീകളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നിയമ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സീതാലയം എന്ന് പറയുന്നത്. അതുപോലെ അരികെ രോഗികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അരികെ. പ്രതിരോധ മരുന്നുകൾ പകർച്ചവ്യാധി ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് റീച്ച് എന്ന് പറയുന്നത്. ഇത്രയും പദ്ധതികളാണ് തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഡോക്ടർ ദീപ, ഡോക്ടർ ജയ, ഡോക്ടർ കിരൺ, ഇവരെ 3 പേരെയും സ്നേഹപൂർവ്വം ഈ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്.